നിശബ്ദമായ കുണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. മണ്ണിടിഞ്ഞ് റെയിൽവേ ട്രാക്കിൽ വീണ് മേട്ടുപ്പാളയം ഊട്ടി മൗണ്ടൻ ട്രെയിൻ നിർത്തിവെച്ചിരിക്കുന്നു. ഞാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. മഴയുടെ രൂപത്തിൽ ദൗർഭാഗ്യം എന്നെയും പിടികൂടി. നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുണ്ണൂർ നീലഗിരിയിലുള്ള ഹിൽ സ്റ്റേഷനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കുണ്ണൂർ 6 പഞ്ചായത്തുകൾ ചേർന്ന ഒരു താലൂക്കാണ്, മുനിസിപ്പാലിറ്റിയാണ്. കുണ്ണൂരിൽ എത്തിച്ചേരുന്ന എല്ലാ സഞ്ചാരികളും ആദ്യം എത്തിച്ചേരുന്ന സസ്യോദ്യാനം. കനത്ത മൂടൽമഞ്ഞ് കാരണം ഒരു 6 മണിയുടെ പ്രതീതി. സമുദ്രനിരപ്പിൽ നിന്നും 1780 മീറ്റർ ഉയരത്തിൽ 5 ഡിഗ്രി സെൽഷ്യസിനും 28 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള തണുപ്പ്. ഒരു വർഷത്തിൽ 150 സെൻറ്റിമീറ്റർ കുറഞ്ഞ മഴ ലഭിക്കുന്ന 28 ഏക്കറിൽ പ്രകൃതി ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന സസ്യോദ്യാനം സിംസ് പാർക്ക്. ആയിരത്തിലധികം ഔഷധ സസ്യങ്ങൾ വളരുന്ന, തീവ്ര നിറങ്ങളാൽ ആകർഷണീയമായ പൂക്കളുള്ള, ഭംഗിയായി അങ്ങനെ പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ നന്നായി പരിപാലിക്കുന്ന, നമ്മൾ സന്ദർശകരുടെ മനസ്സിനെയും ശരീരത്തിനെയും ഉത്തേജിപ്പിക്കുന്ന മനോഹരമായ ഭൂപ്രകൃതി. ആയിരത്തി 1874 JD സിംസ് എന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് സെക്രട്ടറിയും മേജർ മുറേ എന്ന മിലിറ്ററി ഓഫീസറും ചേർന്നാണ് സിംസ് പാർക്ക് നിർമ്മാണത്തിനുള്ള മുൻകൈയെടുത്തത്. മഞ്ഞുതുള്ളികൾ ദേഹത്ത് പതിക്കുമ്പോഴുള്ള തണുപ്പിന് ഒരു പ്രത്യേക സുഖം, കൂടെ വർണ്ണാഭമായ കാഴ്ചകളും. സിംസ് പാർക്കിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായും നടപ്പാതയിൽ കൂടി മാത്രം നടക്കുക എന്നുള്ളതാണ്. എല്ലായിടത്തും വളരെ മനോഹരമായി പുല്ല് വളർത്തി നന്നായി വെട്ടി നിർത്തി ഭൂപ്രകൃതി ഒരുക്കിയിരിക്കുന്നു. ആഹാര സാധനങ്ങൾ, മദ്യം, സിഗരറ്റ്, പ്ലാസ്റ്റിക്കിൽ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾ ഇവ ഒന്നും തന്നെ അകത്ത് കൊണ്ടുപോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കിൽ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾ എന്ന് പറയുമ്പോൾ കുപ്പിവെള്ളം, പ്ലാസ്റ്റിക് ഗ്ലാസ്, സ്നാക്സ് പാക്കറ്റുകൾ എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതൊരു ഗ്ലാസ് ഹൗസാണ്. വിവിധ തരം ചെടികൾ ചെടിച്ചട്ടിയിൽ ഇവിടെ പരിപാലിക്കുന്നു. നമ്മുടെ നാട്ടിൽ മുൻപ് കണ്ടിരുന്ന പല ചെടികളെയും ഇവിടെ കാണാൻ സാധിക്കും. റോസ് ഗാർഡനിലേക്ക് എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാത്തരം ചെടികളെയും നമുക്കിവിടെ കാണാം. ഈ മനോഹാരിതയ്ക്കിടയിൽ ഇവിടെ ഒരു ചെറിയ ബോട്ട് സവാരിക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദൂരെയായിട്ട് കാണാം.
എല്ലാ കാഴ്ചകളും ക്യാമറ കണ്ണിലൂടെ നിങ്ങളെ കാണിക്കണമെന്ന എൻ്റെ അതിമോഹം കൊണ്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. വെറും ബോട്ട് സവാരിക്കുള്ള ഒരു തടാകമല്ല കേട്ടോ. ഭംഗിയുള്ള കുറേ മത്സ്യങ്ങളെയും അവയെ ഭക്ഷണമാക്കാത്ത 3 താറാകുഞ്ഞുങ്ങളെയും കാണാം. ബോട്ട് സവാരിക്കുള്ള ചെറിയ തടാകത്തിന് മുകളിലൂടെ മനോഹരമായ 2 ആർച്ച് പാലങ്ങളുമുണ്ട്. വിവിധ നിറത്തിലുള്ള പുല്ലുകളും ചെടികളും കൊണ്ട് ഭൂലോകത്തിൻ്റെ മാതൃക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മിടുക്കന്മാർക്ക് പ്രത്യേക ആശംസകൾ. നമുക്കൊരു ബോട്ട് സവാരി നടത്തിയാലോ? ഒരാൾക്ക് 25 രൂപ ടിക്കറ്റ് എടുക്കണം 10 മിനിറ്റിന്. വേറെ 3 പേരെ കൂടെ കൂട്ടി. അങ്ങനെ ഒരു പെഡൽ ബോട്ട് 10 മിനിറ്റിന് വാടകയ്ക്ക് എടുത്തു. ഈ ചെറിയ തടാകം ഒന്ന് ചുറ്റി വരാൻ 10 മിനിറ്റ് മതിയാകുമല്ലേ? പത്ത് മിനിറ്റ് ധാരാളം. ഉള്ള കാര്യം പറയട്ടെ, 10 മിനിറ്റ് പെഡൽ ബോട്ട് ചവിട്ടിയപ്പോഴേക്കും 2 കാലിലെയും മസിൽ വേദനിക്കാൻ തുടങ്ങി. ഈ സസ്യോദ്യാനത്തിൻ്റെ പച്ചപ്പും മൂടൽമഞ്ഞിൽ മുങ്ങിക്കുളിച്ച ഈ അന്തരീക്ഷവും എന്നെ ആകെ കൊതിപ്പിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണമല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു വിഷമം. രാത്രിയിൽ മഴ പെയ്തോ അതോ രാവിലെ മൂടൽമഞ്ഞിൽ അന്തരീക്ഷം ഇങ്ങനെയാണോ എന്നറിയില്ല. നടപ്പാത കണ്ടാൽ ഒരു മഴ പെയ്ത പോലെ തോന്നും. ഒരു കിളി ഒരുങ്ങുന്നത് കണ്ടോ? എക്സിറ്റ് ബോർഡിൻ്റെ തൂണിന് മുകളിൽ. നടന്ന് ക്ഷീണിച്ചു. ഇനി പടി കയറി മുകളിലെത്തണം. മഞ്ഞുതുള്ളികൾ ദേഹത്ത് വീണപ്പോൾ ചാറ്റൽ മഴയായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഒതുങ്ങി നിന്നു. പിന്നീടാണ് മനസ്സിലായത് ഇവിടുത്തെ മഞ്ഞ് ഇങ്ങനെയാണെന്ന്.
മഞ്ഞ് കണങ്ങൾ അധികമായി വീഴാൻ തുടങ്ങി. തിരികെ നടക്കാം. കുടയൊന്നും കയ്യിലില്ല. ഒരു കാഴ്ച കാണിച്ചു തരാം. സഞ്ചാരികൾ വിശ്രമിക്കുന്ന സ്ഥലത്ത് ഒരാന നിൽക്കുന്നു. ആനയുടെ ഒരു കൽപ്രതിമയാണ്. തുമ്പിക്കൈ പൊട്ടിപ്പോയതിനാൽ അതിനകത്തു വച്ചിരിക്കുന്നു. സിംസ് പാർക്കിലെ പ്രകൃതി ഭംഗിയിൽ നിന്നും പുറത്തേക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ.